Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചുതരാൻ പോകുന്നത് ഒരു ബേസ് മേക്കപ്പ് ആണ്. ബേസ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. മേക്കപ്പ് അറിയാത്തവർക്കും മേക്കപ്പ് ആദ്യമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് മേക്കപ്പ് ആണ്. ഇതിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മുഖം കളർ കറക്റ്റ് ചെയ്യാന്നുള്ളത്, ഫൗണ്ടേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത്, കോൺടോറിങ് എങ്ങനെ ചെയ്യാന്നുള്ളത്, കൺസീലർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത്, ബ്രോൺസർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതൊക്കെയാണ്. അതാണ് ബേസ് മേക്കപ്പ്. ബാക്കി നമുക്ക് ബ്ലഷ്, ഹൈലൈറ്റർ, ഐ ഷാഡോ, ലിപ്സ്റ്റിക്കും ഒക്കെ നമ്മുടെ കളർ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അത് ഞാൻ അല്ലെങ്കിൽ വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പം ഇന്ന് ഈ ഒരു 5 കാര്യമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മുഖം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. മുഖം നന്നായിട്ട് കഴുകി മോയ്സ്ചറൈസർ തേക്കണം. സോ മോയ്സ്ചറൈസർ തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ബേസ് മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചൂടായതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് മാറ്റ് പ്രൈമറാണ്. അപ്പോൾ പ്രൈമർ നമ്മുടെ മുഖത്തുള്ള പോഴ്സ്, അതായത് കുറേ കുഴികൾ ഉണ്ടാവില്ലേ, കുരു വന്നതിൻ്റെ കുഴിയൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രൈമർ വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഫൗണ്ടേഷനൊക്കെ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യും. സോ ഞാൻ കവിളിൽ, മൂക്കിൽ, നെറ്റി, താടി ഇത്രയും ഏരിയയിൽ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ കെ ബ്യൂട്ടിയുടെ കളർ സ്റ്റിക്ക് ഉണ്ട്, ഓറഞ്ച് കളർ സ്റ്റിക്ക് ഉണ്ട്. ഏത് കളർ കറക്റ്റർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചുണ്ടിൻ്റെ സൈഡ്, കണ്ണിന് ചുറ്റും കറുപ്പ്, കുരു വന്ന പാട്, അങ്ങനെ എവിടെയെങ്കിലും ഡാർക്ക് പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഈ കളർ സ്റ്റിക്ക് ആകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലെ പാലറ്റ് കിട്ടും, കളർ സ്റ്റിക്കിൻ്റെ ഈ കളർ കറക്റ്ററിൻ്റെ ഒരു പാലറ്റ് കിട്ടും. അതിൽ ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് റബ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ആ കളർ സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത ശേഷം ഒന്ന് വരച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ ഡാർക്ക് പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മുടെ ഫൗണ്ടേഷനും കൺസീലറൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും ഒന്ന് നമ്മുടെ ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരും. സോ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ബ്ലെൻഡിങ് ആണ്. ഇനി ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫൗണ്ടേഷൻ മാക്കിൻ്റെ ആണ്. എൻ്റെ ഷെയ്ഡ് 42 ആണ് കേട്ടോ. അപ്പം NC 42 ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പം ഞാനിപ്പോൾ ആദ്യം ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യാണ്. പിന്നെ ആദ്യം അപ്പോൾ നോക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ എങ്ങനെ വേണമെന്ന് ഹെവി മേക്കപ്പ് ആക്കിയിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആദ്യം കുറച്ചെടുത്ത് ചെറിയ ഡോട്ട് ഇട്ട് മുഖത്ത് മുഴുവൻ. എന്നിട്ട് ഞാനിപ്പോൾ ആദ്യം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ട്, ഒരു സ്പോഞ്ചുണ്ട്. സ്പോഞ്ച് നനച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തു, വെള്ളം മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു നനവ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നന്നായിട്ട് ഒപ്പിക്കൊടുക്കുകയാണ്. ഒരിക്കലും തുടച്ചെടുക്കരുത്. ഒപ്പി അത് നന്നായിട്ട് മുഖത്തേക്ക് ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒരുപാട് ഡ്രാഗ് ചെയ്യരുത്. ഇതേപോലെ ചെറിയൊരു ഫ്ലിക്കിംഗ് മൂവ്മെൻറ്റിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് പോരാ, എനിക്ക് കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. ഞാൻ കുറച്ചുകൂടെ ഫൗണ്ടേഷൻ എടുത്തിട്ട് ചെറിയ 2-3 ഡോട്ട് കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്യണേ. കണ്ടോ, ജസ്റ്റ് ആ ഒരു ചെറിയ മൂവ്മെൻ്റ് ആണ്, വലുതായിട്ട് ഡ്രാഗ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിനെ ഒന്ന് ഇതാക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് ഇരിക്കും, നന്നായിട്ട് സെറ്റായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ചേർന്നിരിക്കും. മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ബ്ലാങ്ക് ക്യാൻവാസിൽ പിന്നീട് നമ്മൾ വാം കളേഴ്സ് മെല്ലെ മെല്ലെ കൊണ്ടുവരികയാണ്. ഇനി നമ്മുടെ സ്കിൻ കളർ, അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷനൊക്കെ നമ്മുടെ സ്കിൻ കളേഴ്സിൽ തന്നെ എടുക്കുന്നത്. എപ്പോഴും ഫൗണ്ടേഷൻ നമ്മുടെ സ്കിൻ കളറിൽ തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഏതെങ്കിലും കടകളിൽ പോയി കഴിഞ്ഞാൽ, ഫൗണ്ടേഷനൊക്കെ കിട്ടുന്ന നല്ല നല്ല കടകളിൽ പോയി കഴിഞ്ഞാൽ അവർ തന്നെ ഷെയ്ഡ് സെലക്ട് ചെയ്ത് തരും. ഓക്കെ, ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ എലഗലിൻ്റെ വാം സാൻഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ് എൻ്റെ കറക്റ്റ് ഷെയ്ഡ്. അതെടുത്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഇതേപോലെ ഞാൻ എവിടെയൊക്കെ കളർ കറക്റ്റ് ചെയ്തു അവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുവന്ന പാട്, ചുണ്ടിൻ്റെ സൈഡും എനിക്ക് കുറച്ച് കറുത്ത ഇതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തേച്ചിട്ട് അതേ ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ട് തന്നെ വീണ്ടും ഒപ്പിയെടുക്കണം. കണ്ടോ, ഞാൻ ശരിക്കും ഒപ്പുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്താ അറിയും, തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൺസീലറൊന്നും ഇട്ടിട്ടുണ്ട് കാര്യം, അത് മുഴുവൻ ആ സ്പോഞ്ചിൽ തന്നെ ഇരിക്കുകയുള്ളൂ, കൺസീലറിൻ്റെ ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഒപ്പിയെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവിടേക്കും നന്നായിട്ട് വരും.
അപ്പം അത് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബേസ് മേക്കപ്പ് കറക്റ്റായി കണ്ടോ. എവിടെയും കൂടുതലായിട്ടോ ഹാർഷ് ലൈൻസോ എവിടെയും കൂടുതലായിട്ടോ ഒന്നും ഇരിക്കുന്നില്ല. നന്നായിട്ട് ബ്ലെൻഡിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കോണ്ടോറിങ് ആണ്. ഇനി നമ്മുടെ മുഖത്ത് ആ ഫീച്ചേഴ്സൊക്കെ നമ്മൾ എടുത്ത് കാണിക്കുകയാണ്. നമ്മുടെ മുഖത്തെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഇനി എടുത്ത് കാണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നൈക്കയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലറ്റിൽ കോണ്ടോറിങ് ഷെയ്ഡ് ഉണ്ടാവും. ഡാർക്ക് കോണ്ടോറിങ് ഷെയ്ഡ് ഷുഗറിൻ്റെ ഉണ്ട്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഉണ്ട്, നൈക്കയുടെ ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് കെ ബ്യൂട്ടിയുടെ തന്നെ കോണ്ടോർ സ്റ്റിക്കാണ്. ഈ സ്റ്റിക്ക് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാൻ കാരണം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ പറ്റും, വരയ്ക്കാനും ഒക്കെ. അപ്പോൾ കോണ്ടോർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ചെവിയുടെ ആ ഒരു വര കേട്ടോ, ആ വരയിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചുണ്ടിലേക്കായിരിക്കണം നമ്മുടെ ലൈൻ എയിം ചെയ്യേണ്ടത്. ഏത് വരെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ അറ്റമില്ലേ, നമ്മുടെ കണ്ണിൻ്റെ അറ്റം വരെ മാത്രമേ പാടുള്ളൂ. ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, താഴോട്ടേക്കാണ്, ആ ചുണ്ടിൻ്റെ അവിടേക്കാണ് ഞാൻ ലൈൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ കണ്ണിൻ്റെ ആ അറ്റത്തിൽ വരെ ഞാൻ വെച്ചു. അപ്പം എന്നിട്ട് നമ്മൾ താഴോട്ട് ഒന്നല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ബ്യൂട്ടി സ്പോഞ്ച് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാണ്. താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്യണം. ഇത് നമ്മൾ ഒരു ചെറിയൊരു ഇലൂഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷെയ്ഡ് മതി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മുഖം കുറച്ചുകൂടെ നന്നായിട്ട് ഷേപ്പ് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാം കളേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് മാതിരിയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. അപ്പം ഞാൻ കോണ്ടോർ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം മറന്നുപോയി, അവസരപ്പെട്ട് കോണ്ടോർ അപ്ലൈ ചെയ്തു. നമുക്ക് ആദ്യം കൺസീലർ അപ്ലൈ ചെയ്തത് എവിടെയും നമ്മുടെ കണ്ണിൽ അവിടെയൊക്കെ ചെറിയ ചെറിയ ചുളിവൊക്കില്ലേ, നമ്മുടെ അവിടെ ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലൊന്നും പോയി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. വേർത്താലും ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ലൂസ് പൗഡർ ഉണ്ട്, കെ ബ്യൂട്ടിയുടെ തന്നെ ഒലീവ് എന്ന് പറയുന്നതാണ് എൻ്റെ ഷെയ്ഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേബി ലൈൻ്റെയോ ഏത് കോമ്പാക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ഒരു ബ്രഷ് ഉണ്ടോ ഒരു സ്പോഞ്ച് ഉണ്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൺസീലർ ആയാലും ഫൗണ്ടേഷൻ ആയാലും ഒന്നും അനങ്ങില്ല കേട്ടോ. പൗഡർ ആയാലും കോമ്പാക്റ്റ് ആയാലും എന്തായാലും അതും ഒപ്പി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും പൗഡർ എടുത്ത് തുടച്ചങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ ആ സ്പോഞ്ചിൽ വീണ്ടും വരും. അങ്ങനത്തെ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് വീണ്ടും ബാക്ക് ടു കോണ്ടോറിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 കവളിലും ഇതേപോലെ ഞാൻ കോണ്ടോർ ചെയ്തു. ഇനി നമ്മൾ കോണ്ടോർ ചെയ്യേണ്ട സ്ഥലം താടിയുടെ അവിടെയാണ്. അപ്പോൾ ഈ നമ്മുടെ തട്ടമില്ലേ, ചെവിയുടെ കമ്മലിടുന്ന തട്ടം, അവിടുന്ന് ഞാൻ തട്ടുന്ന സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് താടിയുടെ വരെ നമുക്ക് എങ്ങനെ ഷേപ്പ് വേണോ അതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്ന സാധനമാണ് ഈ കത്രീനയുടെ കോണ്ടോർ സ്റ്റിക്ക്. പെട്ടെന്ന് തന്നെ സെറ്റ് ആകും. പപ്പ വരച്ച് അപ്പം തന്നെ സ്മജ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതങ്ങനെ അവിടെ ഇരുന്ന് പോവും, പിന്നെ നമുക്ക് സ്മജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. താഴോട്ട് വേണം, കഴുത്തിൻ്റെ അവിടേക്ക് ചെയ്യുന്ന സമയത്ത് താഴോട്ട് വേണം ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഷാർപ്പ് നമുക്കൊരു ലുക്കും വരും. താഴത്തെ ഇരട്ടത്തടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ജസ്റ്റ് ഒരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യും. മൂക്കിൻ്റെ സൈഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മൂക്കും നല്ല ഷാർപ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിരികത്തിൻ്റെ 2 പിരികില്ലേ, പിരികത്തിൻ്റെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലെൻഡ് ചെയ്യുന്നതും താഴോട്ട് വേണം, മൂക്കിൻ്റെ താഴോട്ടേക്ക് വേണം ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡിങ് ആണ് ഇമ്പോർട്ടൻ്റ്. അതിലും ചെറിയൊരു ഷെയ്ഡ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ഇപ്പം തന്നെ മുഖത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് മാറി, കുറച്ചുകൂടെ നല്ല ഷാർപ്പായിട്ട് വന്നില്ലേ. ഇനി നെറ്റിയുടെ അവിടെ നമ്മൾ കോണ്ടോർ ചെയ്യുന്ന സമയത്ത് ഹെയർ ലൈൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് മേലോട്ട്, നെറ്റിയുടെ താഴോട്ട് ചെയ്യരുത്, നെറ്റിയുടെ മേലോട്ടാണ് നമ്മൾ ആ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മേലോട്ട് നന്നായിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പം അതേപോലെ കണ്ടോ, അതേപോലെ ഒരു ചെറിയൊരു ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതോടെ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ശരിക്കുള്ള ബേസ് മേക്കപ്പിൽ നമ്മൾ ബ്രോൺസർ കൂടെ അപ്ലൈ ചെയ്യണം, ആ ഒരു വാംത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഒരു സൺകിസ്ഡ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റിമലിൻ്റെ സൺഗ്ലോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ചെറിയൊരു സട്ടിലായിട്ടുള്ള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്, കോണ്ടോറിങ് മാതിരി തന്നെ. അത് നമ്മൾ കോണ്ടോർ എവിടെ ചെയ്തു അതിന് തൊട്ട് മേലെയായിട്ട്, രണ്ടും ഏകദേശം ഒപ്പം തന്നെ വരും, തൊട്ട് മേലെയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് ആ ഒരു സൺകിസ്ഡ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് കേട്ടോ.
നമ്മൾ എവിടെയൊക്കെ കോണ്ടൂറിങ് അപ്ലൈ ചെയ്തോ അവിടെയൊക്കെ ചെയ്യാം. ഞാൻ മൂക്കൊഴിച്ച് ബാക്കി എല്ലായിടത്തും, മൂക്ക് ഞാൻ നന്നായിട്ട് ഷാർപ്പായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് മൂക്കൊഴിച്ച് ബാക്കി എല്ലാവിടെയും ആ ഒരു കോണ്ടൂറിങ് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രോൺസർ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലുക്ക് ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഞാൻ ഇനി ഐ ഷാഡോയും പുരികവും ബ്ലഷും ഹൈലൈറ്ററും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട ശേഷം കാണിച്ചു തരാം കംപ്ലീറ്റ് ലുക്ക്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ വിട്ടുപോയി. നമ്മൾ മേക്കപ്പ് ഒക്കെ സെറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ ഒരു മേക്കപ്പ് സ്പ്രേ, സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. അപ്പം മേക്കപ്പ് പിന്നെ കുറേ നേരത്തേക്ക് അനങ്ങാതിരുന്നോളം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. So bye bye.